എനിക്ക് ഈ ബിരിയാണിയുടെ അടയ്ക്കുന്ന അടപ്പില്ലേ, ആ അടപ്പിൽ നിന്ന് മുടി കിട്ടിയിട്ടുണ്ട്. തലേ ദിവസം കിഴി സെറ്റ് ചെയ്ത് വെച്ചിരുന്നിട്ട് ഇവന് കൊടുത്തു. പുഴു വന്നു കൊടുക്കാൻ എനിക്കങ്ങനെ ഭയങ്കര അടിപൊളി എന്നും തോന്നുന്നു. എക്സ്ക്ലൂസീവ് മീഡിയ സ്പോൺസർ മൃണാളിന്റെ കടയിലേക്ക് ഗുജറാത്തോ എവിടെ നമ്മള് കഴിച്ച എന്താണ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അദ്ദേഹത്തിനോടുള്ള പ്രശ്നം, അദ്ദേഹം ഇപ്പോൾ ഒരു ആങ്കറിന്റെ ഒരു വീഡിയോ, ഞാൻ ഒരു മണിക്കൂറിന്റെ ഒരു വീഡിയോ കണ്ടിരുന്നു. ഞാൻ ഏത് ചാനലാന്ന് മറന്നു. ആ ചാനലിൽ വീഡിയോ കാണുമ്പോൾ അദ്ദേഹം ഏറ്റവും ഒരു ആങ്കറിങ്ങിൽ അയാൾ അത്യാവശ്യം എല്ലാ ഈ അഭിമുഖങ്ങളിലും സ്ട്രോങ് ആയിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു പയ്യനാണ്. ആ പയ്യൻ ചോദിക്കുമ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് എന്നെ കുറിച്ച് എന്തറിയാം, നിങ്ങളെ കുറിച്ച് എന്തിനാണ് നമ്മൾ അറിയേണ്ടത്, നമ്മളൊരു സബ്ജക്റ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, അതിൽ നിങ്ങളെ കുറിച്ച് എനിക്ക് അറിയേണ്ട കാര്യം. ഹോട്ടലിൽ പോയ റിവ്യൂ ചെയ്തപ്പോൾ അങ്ങനെ ഹോട്ടലിന്റെ അടിയാധാരം നോക്കിയിട്ടാണോ ചെയ്യുന്നത്? ഞാൻ നിങ്ങളെ കുറിച്ച് ഇന്റർവ്യൂ ചെയ്യുവാണെങ്കിൽ എന്ന് പറയാം, മോഹൻലാൽ എന്നെ കുറിച്ച് ഞാൻ ഇന്റർവ്യൂ ചെയ്യാം. അപ്പൊ എന്താ, ഞാൻ മോഹൻലാലിനെ കുറിച്ച് പഠിച്ചിരിക്കണം, അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി, അയാൾ എത്ര പടത്തിൽ അഭിനയിച്ചു, എന്തൊക്കെ വേണം, എങ്ങനെ വേണം, എല്ലാ കാര്യങ്ങളും. അതേപോലെയാണ് ഞാൻ എൻ്റെ ഒരു സബ്ജക്റ്റ്, ആ സബ്ജക്റ്റ് ഞാൻ പഠിച്ച് പറഞ്ഞാൽ മതി, ഞാൻ ഏത് സബ്ജക്റ്റിലാണോ വന്നിരിക്കുന്നത്. പിന്നെ എനിക്ക് അവിടെ ഈച്ച എത്രണ്ണം വേണം, അല്ലെങ്കിൽ ഈച്ച ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ള ഇതൊന്നും എൻ്റെ പ്രശ്നങ്ങളല്ല, അല്ലേ? നമ്മളൊരു ചോദ്യം ചോദിക്കുമ്പോൾ അയാൾ പറയണത്, ഇതിൽ ഏറ്റവും രസം എന്താ പറഞ്ഞാൽ അതിലൊരു ചോദ്യമുണ്ട്, നിങ്ങളൊരു ആളെ വെച്ചോ, ഞാൻ ശമ്പളം കൊടുത്തോളാം, നിങ്ങൾ ഈച്ചയെ കണ്ടുപിടിക്കുക എന്നിത് ആദ്യം പറഞ്ഞു. അപ്പോൾ പുള്ളി വേഗം പറഞ്ഞു, ഒരുപാട് പേര് ഈച്ച, അപ്പം ഇപ്പം നമ്മളൊരാളെ നിർത്തി ഒരു ഈച്ച കണ്ടുപിടിച്ച്, അപ്പം പുള്ളി അതിൻ്റെ പ്ലേറ്റ് മാറ്റി, ഈച്ച ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറയാം, ഈച്ച ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ ഈച്ചയെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഞാൻ അതിനെ വീണ്ടും മറ്റേ പെസ്റ്റ് കൺട്രോൾ ഇത് വെച്ചിട്ട് ചെയ്യുന്നതാണ്. അല്ല, ഇതിൽ ഈച്ച ഉണ്ടെന്ന് പറയുന്ന പുള്ളിയുടെ തന്നെ വീഡിയോ ഇഷ്ടമുണ്ട്. തൊട്ടപ്പുറത്തൂടെ മറ്റേ തോടല്ലേ ഒഴുകുന്ന ഈച്ച ഉണ്ടാവില്ലേ? ഇന്നെന്താ ഈച്ച കുറച്ച് കൂടുതലാണല്ലോ. ഇപ്പൊ എനിക്ക് ഇതിൽ മിണ്ടാതിരിക്കുന്നത് ഇതിന്റെ ഈ സബ്ജക്റ്റിനെ കുറിച്ചുള്ള മൃഗാളിനോട് കുറിച്ച് വീഡിയോകൾ കാണാത്തതിന്റെ കുഴപ്പം. അത് വിട്ടിട്ട് ആ ബിരിയാണിയെ കുറിച്ച് കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളൊരു മുട്ട എക്സ്ട്രാ മേടിച്ചിരുന്നു. എനിക്ക് അതിനെ പറ്റി പറയണം. പറഞ്ഞോ. അല്ല ഇവിടെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാലേ, അങ്ങനെ ഈ ഓവറാക്കുന്നതിന്റെ ഫലമായിട്ടാണ് ഇന്നത്തെ വില എന്നും പറഞ്ഞിട്ട് പുള്ളി കുറേ സാധനങ്ങളുടെ വില എഴുതി വെച്ചിട്ടുണ്ട്. ചിക്കന് 1 കിലോ ഇത്ര രൂപ, ബസ്മതി അരിക്ക് ഇത്ര രൂപ, വെളിച്ചെണ്ണയ്ക്ക് ഇത്ര രൂപ. എന്താ മുട്ടയ്ക്ക് വിലയില്ലേ? മുട്ടയുടെ വില കൊണ്ട് എഴുതിയില്ല. 16 രൂപ ഒരു മുട്ടയ്ക്ക് 16 രൂപ. അപ്പൊ ആ മുട്ട പുള്ളി എത്ര രൂപയ്ക്കാണ് വാങ്ങിച്ചത് നമ്മൾ അറിയണ്ടേ? അത് വേണം. ഈ സാധനങ്ങള് എഴുതി വെക്കുമ്പോ 5 രൂപ വരുള്ളൂ. ശരിക്കും അത്ര വിലയില്ലല്ലോ. വേണ്ട ഒരു 7 രൂപ ചിലപ്പോ വരുമായിരിക്കും. ചൂടാക്കി ജോലിക്കാരൻ നിന്ന് പൊളിച്ചു, അങ്ങനെയൊക്കെ. ഓക്കെ, 7 രൂപ, 10 രൂപ, 16 രൂപ. അതിനെന്തായിരിക്കും റീസൺ പറയാ? അത് പുള്ളി എന്താ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പുള്ളിയാണെങ്കിൽ ഞാൻ പറയാം, അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ കോഴി മുട്ട ഇടുന്നത്. മുട്ട ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ചിക്കൻ, പുള്ളിക്ക് ബിരിയാണിക്ക് ചിക്കൻ എന്തുകൊണ്ട് സ്റ്റിഫ് ആവുന്നു എന്നുള്ളൊരു ചോദ്യം ചോദിച്ചു. അയാളുടെ ചിക്കൻ പെട്ടെന്ന് ഇങ്ങനെ കട്ടിയാവുക. സോ അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ പുള്ളി പറഞ്ഞത് എന്താന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഉണ്ടാക്കുന്ന ഇറച്ചി 4 മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രമാണ് കൊല്ലപ്പെടുന്നത്. അപ്പോ എന്നിട്ട് പുള്ളി തന്നെ പറയുന്നുണ്ട്, കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ വെക്കണം, ഈ മീറ്റ് ആക്ച്വലി ഫ്രിഡ്ജിൽ വെക്കണം, വെച്ചിട്ട് വേണം അതിനെ ഇത് ചെയ്യാൻ. പുള്ളി അതിനെ പറയുന്നത് നല്ല കാര്യമായിട്ടാണ്, നമ്മൾ അത്രയും ഫ്രഷ് ആയിട്ടാണ് എന്നൊക്കെയുള്ള രീതിയിലാണ്. പക്ഷെ പുള്ളി തന്നെ പറയുന്നുണ്ട്, ശരിക്കും പറഞ്ഞാൽ ഇതിങ്ങനെ വെച്ച് ഫ്രീസറിൽ വെക്കണം എന്നും പറയുന്നുണ്ട്. എന്നാൽ പുള്ളി തന്നെ പറയുന്നുണ്ട്. അപ്പൊ പുള്ളിക്ക് എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, പുള്ളി ഏതാണ് പിടിക്കേണ്ടതെന്ന്, ഏത് സ്റ്റൈലിൽ, ഏത് സൈഡിൽ പിടിക്കണമെന്ന് പുള്ളിക്ക് ഇപ്പോഴും പറഞ്ഞു പോയി. അതിന്റെ പ്രശ്നം എന്ത് പറഞ്ഞാലും പുള്ളി ഇതിനൊരു സയൻസും കാര്യങ്ങളെല്ലാം കൊണ്ടുവരും. നമുക്കൊന്നും അറിയില്ല. പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സയൻസ് എല്ലാം പഠിച്ചിട്ട് ഇവിടെ കഴിക്കാൻ വരേണ്ടത് സാധാരണക്കാരനാണ്. ഇതുവരെ ഞാൻ ഒരു എക്സ്ക്ലൂസീവ് ഒരു കാര്യം ഞാൻ പറയാം. ഇദ്ദേഹത്തിന്റെ ഹോട്ടലിൽ നിന്നും ഞാൻ ഒരു പ്രാവശ്യം ബിരിയാണി മേടിച്ചിട്ട്, എനിക്ക് ഈ ബിരിയാണിയുടെ ഇങ്ങനെ അടയ്ക്കുന്ന അടപ്പില്ലേ, ആ അടപ്പിൽ നിന്ന് മുടി കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറയുന്നത് പാർസൽ മേടിച്ചത് സത്യമാണ്. 2 മുടി ലൈൻ. ഇത് ഞാൻ എന്ത് ചെയ്തു പറഞ്ഞാൽ, അന്ന് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. അയ്യോ, പുള്ളി കേക്കട്ടെ കേട്ടോ നിങ്ങള്. ഞാനിത് പക്ഷെ ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമ്മളിത് ക്ലെയിം ചെയ്യുന്നില്ല. ഈ മുടി പക്ഷെ ഞാൻ ചെയ്തത് എന്താന്ന് ഞാൻ പറഞ്ഞത്, ഈ മുടി വന്നപ്പോ നമ്മുടെ ലിജോ അല്ലേ, മൈൻഡ് സ്റ്റോറി, ലിജോയ്ക്ക് അറിയാം, ലിജോയുടെ ഫ്രണ്ടാണ്. ലിജോന്റെ പല പ്രോഗ്രാമും മൃണാൾ ചെയ്തിട്ടുണ്ട്. ഞാനപ്പോ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ, ഇതിന്റെ വീഡിയോ എടുത്തിട്ട് ഞാൻ വേഗം
ലിജോയ്ക്ക് അയച്ചു കൊടുത്തു. ലിജോ ഇതൊന്നും മൃണാളിന് കൊടുക്കണം. എന്താന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം. നമുക്ക് ഇതുകൊണ്ട് ഒരു പ്രശ്നമില്ല. ഇപ്പൊ ഒരു മുടിയാണ്, ഒരു മനുഷ്യൻ എങ്ങനെയെങ്കിലൊക്കെ വന്നിട്ടുണ്ടോ, നമ്മൾ എന്തൊക്കെ ഭക്ഷണം കഴിക്കണേന്ന് നമുക്കറിയില്ല. അപ്പോൾ ആ മുടി ഫോട്ടോയും വീഡിയോ എടുത്തിട്ട് ഞാൻ അവർക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്നിട്ട് പറഞ്ഞു മൃണാളിനൊന്ന് കൊടുക്കണം, ശ്രദ്ധിക്കാൻ പറയണം. അന്ന് ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലാട്ടോ, കുറെ നാളുകൾക്ക് മുമ്പുള്ള ബിരിയാണി ഇത് മേടിച്ചപ്പോൾ. സോ ഇതൊക്കെ സംഭവിക്കാം. ഒരു ഹോട്ടലിൽ നമുക്ക് എന്തൊക്കെ കിട്ടും. അതേപോലെ തന്നെയാണ് നമ്മൾ ആ ഒരു ഇറച്ചി പുഴുവിനെ ഇപ്പൊ 2 ദിവസം മുമ്പ്, പക്ഷെ അത് ഞാൻ വിശ്വസിക്കും. കാരണം എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഒരു പുഴു ഇനിയിപ്പോ ഞാൻ പറയട്ടെ, ഈ ഒരു മറ്റേ പൊറോട്ടയിലാണ് അത് വന്നിരിക്കുന്നത്, പൊതിഞ്ഞ സാധനം. ഉറപ്പായിട്ടും ലാസ്റ്റ് മിനിറ്റെങ്കിലും ചൂടാക്കൂലോ. ഇത്തിരി ഇല്ലാത്ത പുഴു മിനിറ്റും കൊണ്ട്. പക്ഷെ കൊണ്ടുവന്ന് വെക്കാനൊന്നും വഴിയിട്ടല്ലോ അത് ഇന്ന് അത്രയും. എനിക്കത് പക്ഷെ എങ്ങനെ പുഴു വന്നു എന്നുള്ളത് സംശയമാണ്. എനിക്ക് ഒരു പിടിയിട്ടുണ്ട്. കയ്യില് അല്ല വാഴയിലെല്ലാം ഇങ്ങനെ ആവുന്നുണ്ട്. ഇല്ലെങ്കിൽ പിന്നെ ഇത് എപ്പോഴോ വെച്ചിട്ട്, അതായത് തലേ ദിവസം കിഴി സെറ്റ് ചെയ്ത് വെച്ചിരുന്നിട്ട് ഇവന് കൊടുത്തു. എന്താണ് ചൂട് അല്ല ചൂട് വേണമല്ലോ. അതാ ഞാൻ പറയണേ. ഒരിക്കലും പക്ഷെ എങ്കിലും അത് മനഃപൂർവ്വം അങ്ങനെ ചെയ്യും. മനഃപൂർവ്വം എന്നല്ല ഞാൻ പറയണത് ഇതിൽ മൃണാളിന്റെ സൈഡില് ഒരു പ്രശ്നമുണ്ട്. അവര് ഫണ്ട് തിരിച്ചു കൊടുത്തു. അതിനൊന്നും പക്ഷെ ഒരു പ്രോപ്പർ തെളിവ് സ്ക്രീൻഷോട്ട് ഉണ്ടായിരുന്നു. അല്ല വാങ്ങിയതിന്റെയാണ് സ്ക്രീൻഷോട്ട് കണ്ടത്, അവര് മേടിച്ചതിന്റെ സ്ക്രീൻഷോട്ട്. അതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ പറയുന്നത് ഹോട്ടലുകളിൽ ഉറപ്പായിട്ടും മനുഷ്യരുണ്ടാക്കുന്നത്. ഇപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ എത്രയോ ഊണിൽ നമുക്ക് മുടി കിട്ടും. ഒരു പ്രശ്നമുള്ള കേസല്ല. അതൊരു കാരണം എന്താ പറഞ്ഞാൽ നമ്മുടെ അമ്മയാണെങ്കിലും നമ്മുടെ വൈഫാണെങ്കിലും അവർ ചിലപ്പോൾ ഒരു മുടി വീഴാം, എന്തെങ്കിലുമൊക്കെ വീണു പോവാം. ഇപ്പം ഞാൻ പറയട്ടെ, എത്രയോ തമിഴ്നാട്ടിൽ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഈ ചേട്ടൻ ടീഷർട്ട് ഇട്ട് മറ്റേ ബനിയൻ ഇട്ടിട്ടായിരിക്കും അണ്ണൻ ദോശ ചൂടുന്നത്. നമ്മള് ഗുജറാത്തോ എവിടെ നമ്മള് കഴിച്ച എന്താണ് മറ്റേ സിനിമയില് സത്യമാണ് ഞങ്ങള് ഇത് നേരിട്ട് നമ്മളോട് ചെയ്ത. അപ്പൊ നമ്മള് ഒന്നും വേണ്ട. പക്ഷെ നമുക്ക് അവിടെ ഒന്നും ഒരു പരാതിയൊന്നുമില്ല. ചിലരുടെയൊക്കെ നെയിൽസ് ഒക്കെ കാണണം. ചിലത് നമ്മള് തിരുവനന്തപുരത്തെ പൊറോട്ട ഇങ്ങനെ അടിക്കുമ്പോ അവിടെ ഏറ്റവും നല്ല പഴം സർബത്ത് പണ്ട് കിട്ടും. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അവര് കൈവച്ച് ഈ സമയത്തുണ്ടോ? ഇപ്പോഴുണ്ടോ ഞാൻ പണ്ടാ വിളിച്ചത്. അയ്യോ അത് ഭയങ്കര ഫേമസ് ആണ്. ക്യൂ നിക്കണം അത് കിട്ടാൻ. അതാണ് ഇങ്ങനെ ഒന്ന് നോക്കിയുണ്ടല്ലോ, ഇങ്ങനെ എന്നാലും അത് വാങ്ങിച്ചിട്ട് ആസ്വദിച്ച് കുടിക്കും. ഇപ്പൊ നമ്മൾ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള നമ്മളുടെ ഈ കൽക്കട്ടയിലുള്ള ഒരു സാധനം ഉണ്ടല്ലോ, ഒരു ഭക്ഷണം. ഇങ്ങനെ ഒരാൾ ഇരുന്നിട്ട് ഭയങ്കര ദേഷ്യപ്പെട്ടൊക്കെ ഫുഡ് എടുത്തു കൊടുക്കണം, ക്യൂ നിന്ന് കണ്ടിട്ടില്ലേ? ആ ഫുഡിന്റെ പേരറിയില്ല കേട്ടോ. അവിടെ ഇതുപോലെ തന്നെയാണ്. നമുക്ക് കാണുമ്പോൾ വൃത്തിയേ തോന്നില്ല, പക്ഷെ ആൾക്കാർ നിന്ന് ക്യൂ നിന്നാ മേടിക്കണേ. സോ അതിലൊന്നും അല്ല. ഇതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ചിന്തിക്കേണ്ട കാര്യം, പുള്ളി ഒരുപാട് പേരെ നന്നായിട്ട് വെറുപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ തിരിച്ചങ്ങോട്ട് തിരിച്ചു വരും, മിണ്ടാതിരിക്കുക എന്നുള്ള സാധനം അതാണ് ചെയ്യേണ്ടത് നമ്മള്. പക്ഷെ ഇതൊക്കെ നെഗറ്റീവ് പറയുകയാണെങ്കിലും വേറൊരു കാര്യമുണ്ട്. അതിന്റെ ഇൻവെസ്റ്റ്മെന്റ് ചെറിയൊരു എമൗണ്ട് പോരാ. ഒന്നുമല്ല. അങ്ങനെ ഒരു സ്ഥലത്ത് ഇതെല്ലാം പുള്ളി ചിന്തിക്കണം. അങ്ങനെ ഒരു സ്ഥലത്ത് നമ്മൾ ചിന്തിക്കുന്നുണ്ട്, അതിന്റെ പകുതി പുള്ളി ചിന്തിക്കുന്നുണ്ട്. അത് പുള്ളിയാണ് ചിന്തിക്കേണ്ടത്. നമ്മളപ്പോ അത് പറഞ്ഞ് ഇങ്ങനെ ഒരു സാധനത്തിനെ നശിപ്പിക്കാൻ നോക്കരുത്. നമ്മള് ഫുഡ് അടിപൊളി. എനിക്ക് ഈ കറി ക്വാണ്ടിറ്റി കുറവ്. അല്ല ബിരിയാണി ഹാഫ് അല്ലേ? ബിരിയാണി ഭയങ്കര ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു, ഭയങ്കര ക്വാണ്ടിറ്റി. പക്ഷെ ഒറ്റ പീസ് ചിക്കനേ ഉള്ളൂ, ഒരു പീസ്. അത് ഹാഫ് എന്ന് പറയുന്നത് സിംഗിൾ ഒരു പീസ് ചിക്കൻ ആയിരുന്നു. എനിക്കങ്ങനെ ഭയങ്കര അടിപൊളി എന്നും തോന്നുന്നു. അതൊരു പോയിന്റ് ആട്ടോ. ഞാൻ ഇത് നന്നായി പറഞ്ഞത്. നമുക്ക് ഈ ബിരിയാണിക്ക് ഒരു പ്രശ്നമുണ്ട്. അതിപ്പോ എല്ലാവരും പറയുന്നതും അത് തന്നെയാണ്. ഈ ബിരിയാണി ഒരു സ്ഥലത്തും ഒരേപോലത്തെ ബിരിയാണി ഇല്ല. അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിഷ്ടപ്പെടുന്ന ബിരിയാണിയാണ് ഞാൻ എപ്പോഴും. പിന്നെ ചില ടീമിന്റെ ബിരിയാണി അത് സൂപ്പറാന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ പോയിട്ട് അതിനെ ബ്രേക്ക് ചെയ്യാൻ പാടാ. പാരഗന്റെ ബിരിയാണി സൂപ്പറാന്ന് പറയും. അതേ സമയം ഈ പാരഗന്റെ ബിരിയാണി ഇപ്പൊ കൊച്ചിയിലെ പാരഗന്റെ ബിരിയാണിയേക്കാളും സൂപ്പറാണ് നമ്മുടെ കാലിക്കട്ട് കോഴിക്കോട്ട് അങ്ങനെ വന്ന. അപ്പൊ കാലിക്കട്ട് ബിരിയാണിയുടെ ടേസ്റ്റ് അങ്ങനെ പറയുന്നല്ലാണ്ട് അതിനെ ബ്രേക്ക് ചെയ്യില്ല. ചിലവർക്ക് ഇഷ്ടം. ഇപ്പൊ ഞങ്ങളുടെ പെരുമ്പാവൂർ അപ്സര ഹോട്ടൽ ബിരിയാണി ഉണ്ട്. എല്ലാവരും ഭയങ്കര മട്ടൻ ഫ്രൈ ഒക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ബിരിയാണിയേ അല്ല. പക്ഷെ നമുക്ക് അവിടെ പോയിട്ട് അതിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റൂല. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ നമ്മളും അതിലൂടെ ജഫ് ബിരിയാണി എന്തായിരുന്നു
അയ്യോ കാണാനില്ലല്ലോ ജെഫ് ബിരിയാണി അങ്ങനത്തെ ഒരു സമയം കൊതിയായിട്ട് നമ്മൾ അവിടെ നിന്ന് വരുത്തിയതല്ലോ ഓർമ്മയില്ലേ? അയ്യോ ഞാൻ എന്തൊരു ടേസ്റ്റ് ആണ്. പക്ഷെ നശിച്ചുപോയി എന്ന് പറഞ്ഞാൽ അവിടത്തെ പോയെന്ന് എനിക്കറിയില്ല. ഫോട്ടോ വെച്ചിൽ നിർത്തി, അതോ എനിക്കറിയില്ല. ഇവിടുത്തെ ബാക്കി എല്ലാം നിർത്തി. തിരുവനന്തപുരത്ത് അത് ഓവറാക്കി. അവർക്ക് എന്തോ അവരവിടെ തന്നെ നിർത്തിയത് കൊണ്ടുപോയിരുന്നെങ്കിൽ അത് നന്നായിട്ട് പോയേനെ. ഇപ്പൊ ഫോട്ടോ തിരുവനന്തപുരത്ത് നിന്ന് എന്റെ ഒരു സുഹൃത്ത് ജെഫ് ബിരിയാണി കഴിക്കാനായിട്ട് വന്നിട്ടുണ്ട് ഒരു സമയത്ത്. അയ്യോ നല്ല ഫുഡ്, നല്ല ബിരിയാണി ആയിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മളുടെ ബിരിയാണിയുടെ ടേസ്റ്റ് പലതാണ്. അതിപ്പോ നമുക്ക് എന്താണ് കോഴിക്കോടിന്റെ മാറ്റങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അങ്ങനെയല്ല, എനിക്ക് കോഴിക്കോട് നല്ല, ഇപ്പൊ കൊച്ചിയിൽ നല്ല ബിരിയാണി കഴിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കങ്ങനെ ഭയങ്കര കിഡിലൻ എന്നൊന്നും തോന്നിയില്ല. ഒരു ഓക്കെ ബിരിയാണി. ചിക്കൻ ഭയങ്കര കട്ടി പോലെ തോന്നി, സോഫ്റ്റ് അല്ല. അല്ല ഞാന് ഇപ്പൊ കോഴിക്കോട് അല്ല സത്യം ഞാൻ ഇതുവരെ പാരഗണിലെ ബിരിയാണി കഴിച്ചിട്ടില്ല, ഇതുവരെ കഴിച്ചിട്ടില്ല. കാരണം ഞാൻ എപ്പ കോഴിക്കോട് ഞാൻ കോഴിക്കോട് അവിടെ കോഴിക്കോട് പാരഗണില് കൊറേ വട്ടം ഇത് കഴിക്കാൻ പോയി. അത്രയും ക്യൂ ആണ് ഒറിജിനൽ. അപ്പൊ ഇത്രയും പിന്നെ കേറി കഴിയുമ്പോ ബിരിയാണി കോഴിക്കോട് ഏറ്റവും ഇഷ്ടമുള്ള ബിരിയാണി എനിക്ക് കുറ്റിച്ചിറ. പക്ഷെ ഞാൻ ഈ കുറ്റിച്ചിറ ബിരിയാണി പിന്നെ റഹ്മത്തില് ബീഫ് റോസ്റ്റ് ബീഫിന്റെ റോസ്റ്റ് ഉണ്ട്. ബിരിയാണി നല്ല ബീഫ് റോസ്റ്റ് അല്ല, ബീഫ് നോർമൽ ബീഫ് ബിരിയാണി ഉണ്ട്, ബീഫ് റോസ്റ്റ് ബിരിയാണി ഉണ്ട്. ബീഫ് റോസ്റ്റ് ബിരിയാണി കുട്ടൻ ബിരിയാണിയോ? കുട്ടൻ ബിരിയാണിയാണ് കോഴിക്കോട് പോകേണ്ടിയിരിക്കുന്നത്. ബീഫ് ഒക്കെ ഇങ്ങനെ തൊട്ട ഇങ്ങനെ വരും കയ്യിലോട്ട്, ഇങ്ങനെ കയ്യിലോട്ട് വരും. ഭയങ്കര സോഫ്റ്റ് ആണ്. കുറ്റിച്ചിറ ബിരിയാണിക്ക് എനിക്ക് തോന്നിയ ഒരു പ്രശ്നം പറയട്ടെ. കുറ്റിച്ചിറ ബിരിയാണി കുറ്റിച്ചിറ കല്യാണ ബിരിയാണി കുറച്ച് അപ്പുറത്താ. പിന്നെ കുറ്റിച്ചിറ ഇപ്പൊ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്, നമ്മുടെ ബസ് സ്റ്റാൻഡിന്റെ അടുത്തുള്ള സ്ഥലത്തിന് വരുന്നത്. ഇത് ഇവിടെ ഉണ്ട്, എടപ്പള്ളി കുറ്റിച്ചിറ ബിരിയാണി. അത് അല്ല ഞാൻ കഴിച്ചിട്ടില്ല, പേര് മാത്രമേ ഉള്ളൂ. കുറച്ച് കുറ്റിച്ചിറ ബിരിയാണി കഴിക്കുമ്പോൾ എനിക്ക് തോന്നിയൊരു പ്രശ്നം, നമ്മുടെ കൈ മുഴുവനും നെയ്യാവും. പക്ഷെ ഞാൻ പറഞ്ഞു നമുക്ക് അങ്ങനെ ഞാൻ ഭയങ്കര റഹ്മത്ത് അടിപൊളിയായിരുന്നു. റഹ്മത്ത് അടിപൊളിയായിരുന്നു. ബീഫ് ബിരിയാണി സൂപ്പർ, ഒന്നും പറയാനില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു വീണ്ടും മറ്റു പോയിന്റുകളിലേക്ക് പോകുന്നു. വീണ്ടും നമ്മൾ മൃണാളിലേക്ക് വരുമ്പോൾ നമ്മളുടെ ബിരിയാണി എനിക്ക് അങ്ങനെ ഭയങ്കര ഹൈപ്പായിട്ട് തോന്നിയിട്ടില്ല. ജസ്റ്റ് ഒരു ഓക്കെ ബിരിയാണി. പിന്നെ എനിക്ക് ഫീൽ ചെയ്തൊരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, നോർമലി കൊച്ചിയിൽ നിന്ന് ബിരിയാണി എന്ന് ഇപ്പോൾ എന്താണ് ഇപ്പം നിയർ ബൈ ബിരിയാണി ചെമ്പ്, അല്ലെങ്കിൽ കൊച്ചിയിൽ ഒരുപാട് ബിരിയാണി കിട്ടുന്ന സ്ഥലമുണ്ട്. ഞാനിവിടെ കണ്ടേക്കുന്നത് ഇവർ ബിരിയാണി എന്ന് പറഞ്ഞ് തരുന്ന സാധനം കുറച്ച് ഗീ റൈസ് എടുക്കുന്നു, ചിക്കൻ കറി കോരി ഒഴിക്കുന്നു, അതിൻ്റെ മേലെ കുറച്ചുകൂടെ ഗീ റൈസ് എടുത്തിട്ട് ഇതാണ് ഇവിടുത്തെ ബിരിയാണി എന്ന് പറഞ്ഞ് ഇവർ തരുന്നത്. പക്ഷെ അതിൽ നിന്ന് ഡിഫറൻസ് ഉണ്ട്. ഒറിജിനൽ ഇങ്ങനെ ദമ്മൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പം അതെനിക്ക് ഭയങ്കര, ഇപ്പോൾ എനിക്കറിയത്തില്ല എല്ലായിടത്തും അങ്ങനെയാണോ എന്ന്. ഈ ഗീ റൈസിന്റെ മേലെ ചിക്കൻ കറി ഒഴിച്ച് എഗെയിൻ റൈസ് വെക്കുന്നതാണ് ബിരിയാണി. കുറേ സ്ഥലത്ത് ഇവിടെ അങ്ങനെയാണ്. അത് പിന്നെ നമുക്ക് ഗീ റൈസും ചിക്കൻ കറിയും വാങ്ങിച്ചാൽ പോരെ, ബിരിയാണി എന്ന് പറഞ്ഞ് കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ. സോ അതിൽ നിന്നൊരു ഡിഫറൻസ് ആയിട്ട് എനിക്ക് അവർ കുറച്ചും കൂടെ ദമ്മൊക്കെ ഇട്ടിട്ട് ഒരു ബിരിയാണി കൂട്ടാണ് തന്നത്. പക്ഷെ ഭയങ്കര കിഡിലൻ എന്നൊന്നും എനിക്ക് തോന്നിയില്ല. ഗുഡ്, അത്ര എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഉറപ്പായിട്ടും കോഴിക്കോട് ഫുഡിന്റെ കാര്യത്തിൽ അത് മാത്രമല്ല, ഇതിന്റെ കൂടെ ആകെ ഉണ്ടായിരുന്ന സാലഡാണ്. മുട്ട ഉണ്ടാവുമോ നിങ്ങളവിടെ? ഇല്ല, ഞങ്ങളുടെ നാട്ടിലെല്ലാം ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിരിയാണി, ഒരു മുട്ട, ഒരു പപ്പടം. ഞങ്ങളെ എന്ന് പറയുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് പറയണം. തിരുവനന്തപുരം അല്ല. അതുപോലെ ഇപ്പൊ മൃണാളിന്റെ ഇവിടെ ചമ്മന്തി ഇല്ലല്ലോ. ഞങ്ങളവിടെ ചമ്മന്തി ഒന്നുമില്ല. ബിരിയാണിയുടെ നമുക്ക് ചമ്മന്തി ഉണ്ട്. അല്ല ഞങ്ങളുടെ ഇപ്പൊ പെരുമ്പാറൊക്കെ കിട്ടും മുട്ട കിട്ടണമെന്ന് പറഞ്ഞാൽ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഈ അപ്സര ഹോട്ടലില് ചിക്കൻ ബിരിയാണിയുടെ കൂടെ മുട്ടയുണ്ട്, മട്ടൻ ബിരിയാണിയുടെ കൂടെ മുട്ടയുണ്ട്. അതെന്താണ് അതിന്റെ ഒരു കോൺസെപ്റ്റ് എന്ന് വല്ല ഐഡിയ ഉണ്ടോ? കോഴി വല്ലതും ശവിക്കൂന്ന് വിചാരിച്ചിട്ടായിരിക്കും. പാവം അതിന്റെ കുട്ടിയാവേണ്ടത് തള്ളയും കൂടി വെക്കണ്ടല്ലോ എന്നുള്ളത്. എന്തുകൊണ്ടോ മട്ടൻ പിന്നെ നമ്മൾ മുട്ട വേണമെന്ന് പറഞ്ഞാൽ മുട്ട ഇട്ട് തരും കേട്ടോ. മൃണാളിന്റെ പോലെ നമുക്ക് എക്സ്ട്രാ മുട്ട തരും, 10 രൂപ ചാർജ് ചെയ്യും. പക്ഷെ ഇതൊക്കെ ഇതിന്റെ പിന്നെ ഞാൻ അവിടെ ഒരു കാര്യം എനിക്ക് അഭിപ്രായമുള്ളത്, ആ ഹോട്ടലിൽ കുറച്ചും കൂടി ആൾക്കാരെ ജോലിക്ക് നിർത്തണം. ഇത്രയും നേരം ആൾക്കാരെ വെയിറ്റ് ചെയ്യിപ്പിക്കും. നോക്കേണ്ടത് മറ്റേ ജ്യൂസ് കടയിലാ ഷേക്ക് സ്നാക്സ് കൊടുക്കുന്നു. പക്ഷെ പയ്യൻ പാവം, നല്ല പയ്യൻ. അവനൊരു ക്ഷമയുണ്ട്. നമ്മള് 2 ആദ്യം മതി, 2 പിന്നെ മതി, ഓക്കെ
അവനതല്ല ഇപ്പൊ നമ്മൾക്ക് സാധാരണ ഒരു പറയുമ്പോ ദേഷ്യം വരും, പക്ഷെ ഇതൊന്നുമില്ല. അവർ വളരെ കാഷ്വൽ ആയിട്ട് കാര്യങ്ങൾ സംസാരിച്ച് ഇതായിട്ട് നമ്മളോട് സ്നേഹത്തോടു കൂടിയാട്ടോ ഓരോന്നും പറയണം. നമ്മൾ അവിലിന്റെ കാര്യമൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു തന്നു അത്ര തിരക്കിന്റെ ഇടയിൽ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ അവിടെ പോയിരുന്ന് ഇത്രയും മണിക്കൂർ നമ്മൾ ചെസ് ഉണ്ട് മറ്റതുണ്ട് കളിക്കണത് ഇതൊന്നും ഒരു പരിപാടിയല്ല. നമ്മൾ വിശന്നിട്ടായിരിക്കും പോണേ. നമ്മൾ പുറത്തെ രാജ്യം പോലെയല്ല. ഇപ്പൊ നമ്മൾ അവിടെ ഒരു ഇപ്പോൾ നമ്മളൊരു ഇംഗ്ലീഷുകാരൻ ഒരു കോഫി മേടിച്ചിട്ട് അദ്ദേഹം ഒരു നോവൽ വായിച്ച് തീർക്കുന്ന പറയണത്. അവരങ്ങനെയാണ് അവരുടെ ശൈലി. അവർക്ക് അതാണ് വേണ്ടത്. അവർക്ക് അതിനാണ് ഒരു കോഫി കുടിക്കാൻ വന്നിരിക്കുന്നത്. നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശക്കുമ്പോഴാണ് ഹോട്ടലിലേക്ക് ചെയ്യുന്നത്. അല്ലാണ്ട് നമുക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് നമ്മൾ അല്ലാത്ത സമയത്താണ് പോകണം. അതുമല്ല ബാറിലോ അല്ലെങ്കിൽ അങ്ങനത്തെ കഫേസിലൊക്കെ ആയിരിക്കും പോവുക. ഇവിടെ നമ്മൾ വന്ന് വിശന്നിട്ടായിരിക്കും. വിശന്നിട്ട് പോയി കഴിഞ്ഞാൽ നമ്മളുടെ എനിക്കൊക്കെ വിശന്നു പിന്നല്ലേ നമ്മൾ അപ്പോഴാണ് ആ ഷേക്ക് 2 ആദ്യം തരാൻ പറഞ്ഞത്. സോ അവിടെ കുറച്ചും കൂടി ഫാസ്റ്റ് ആക്കണം. ഇവര് അപ്പൊ ഉണ്ടാക്കല്ലോ. ഒരു ബിരിയാണി എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഉണ്ടാക്കി വെച്ചത്. അതിൽ നിന്നും ഊണും ഒരു പ്രത്യേകിച്ച് ഇപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം ചിക്കൻ ഫ്രൈ വേണമെങ്കിൽ വറുത്ത് കൊടുക്കണമെന്ന് പറയാം, ബീഫ് ഒന്ന് ചൂടാക്കണമെന്ന് നമ്മള് വാങ്ങിച്ചതല്ലേ ബീഫ്. അതാ ഞാൻ പറഞ്ഞത്. ഇതിനൊക്കെ എന്തിനാ ഇത്ര സമയം എടുക്കുന്നത്? പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. അത് ഞാൻ നേരത്തെ പറയണമെന്ന് വെച്ചാ, ഒരു ജഗ്ഗിന് ഭയങ്കര വിലയാവോ? എന്ത് ജഗ്? വെള്ളം കൊടുക്കാനുള്ള ജഗ് ഒന്നുമില്ലല്ലോ. അത് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ സ്പോൺസർ ചെയ്യാം. എക്സ്ക്ലൂസീവ് മീഡിയ സ്പോൺസർ മൃണാളിന്റെ കടയിലേക്ക് ഒരു ജഗ്ഗും ഗ്ലാസും. അപ്പൊ എത്ര ഇതുണ്ടോ നമ്മൾ അത് മേടിച്ചു. നമ്മുടെ പക്ഷെ പേര് വെക്കണം, എക്സ്ക്ലൂസീവ് എന്നുള്ളത് ചെറിയ പരസ്യം. അപ്പോ ഇത് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ഈ പോയി ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നവൻ പോയി വെള്ളം എടുക്കാൻ വേണ്ടി പോകുന്നത്, ഇതൊക്കെ വെറും കോമൺ സെൻസ് ആയിട്ടുള്ള സാധനങ്ങളല്ലേ. വിപിൻ അത് ചെയ്യാം. എങ്ങനെ പറയോ, നിങ്ങൾ 5 രൂപ മേടിക്കണം ഒരു ഊണിന്. 5 രൂപ ഒരു ഊണിന് 5 രൂപ. ഒരു ബിരിയാണിക്ക് 10 രൂപ. ക്യാൻറ്റീൻ വെള്ളോ ഇനി എന്താണെങ്കിലും നമ്മൾ പോയി വേണേ പാത്രം കഴുകി എടുത്ത് വെച്ചു കൊടുക്കാം. അങ്ങനെയല്ലേ. ഇപ്പൊ ഞാൻ ഇപ്പൊ കൊച്ചിയിൽ ഏറ്റവും എനിക്ക് തോന്നുന്നത് സാധാരണക്കാരന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കഴിക്കാൻ പറ്റുന്നത് നമ്മുടെ നോർത്തിലെ കുടുംബശ്രീക്കാരുടെ ഒരു സാധനം ഫുഡ് കോർട്ട്. അവിടെ ഇതേ സെറ്റപ്പാണ്. നമ്മൾ പാത്രം കൊണ്ടുപോയിട്ട് വല്ലതും ജസ്റ്റ് ഒന്ന് കഴിക്കാൻ കൊടുക്കണം. പക്ഷെ അവിടെയാണ് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്. ഒരു ഊണ് കഴിക്കാൻ നേരത്തെ 50 രൂപ 50 രൂപയ്ക്കുള്ളിൽ ഒരു 20 രൂപയോ 30 രൂപയ്ക്കുള്ളിൽ നമുക്ക് മീൻ കിട്ടും. വറുത്ത മീൻ, ചാള കറികളൊക്കെ. അയ്യോ എ സി കേട്ടോ, ഓപ്പൺ സെറ്റപ്പ്. അല്ല നമ്മള് നോൺ വെജ് അല്ല വെജ് മീല് നമ്മള് എ സിയിലും പോയിരുന്നു കഴിച്ചു. അതിന്റെ കാര്യം നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു. അല്ല ഞങ്ങൾ ഇന്ന് വൃന്ദാവനിൽ അത് പറയണം. അതെ ഞാൻ പറഞ്ഞു തന്നു വീഡിയോ അതും കൂടെ എടുക്കാൻ. ഞാൻ പിന്നെ വിചാരിച്ചു എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മൾ വൃന്ദാവനിൽ പോയിട്ട് ഒരു ഊണ് കഴിക്കുമ്പോ എന്ത് രസമാണ് നമുക്ക് അവിടെ നിന്ന് കഴിക്കാൻ. എന്തായാലും ജീവനക്കാരല്ലേ. ഒരു 3-4 പേരാണ്. പുതിയ ഔട്ട്ലെറ്റിലാണോ? ഈ എടപ്പള്ളി എന്താ ഇത്? 3-4 പേര്. സാർ സാമ്പാർ വേണോ സാർ, ചട്നി വേണോ സാർ, ചോറ് എടുക്കണോ സാർ, ഇത് വേണോ അത് വേണോ ഇത് വേണോ ഇത് വേണോ. ഇപ്പോഴേ ഒരു പൈസ കൂടിയാലും നമ്മൾ വീണ്ടും വരും. നമ്മള് ഭയങ്കരമായിട്ട് ഫുഡ് ടേസ്റ്റ് അടിപൊളി. 180 രൂപയ്ക്ക് അടിപൊളി മീൽസ് എന്ന് പറഞ്ഞാൽ സദ്യ പോലെ ഇലയിട്ട് പരിപ്പ് പായസം, അല്ല പരിപ്പ് നെയ്യ് പപ്പടം പായസം എല്ലാം ഉൾപ്പെടെയുള്ള 150 ഇൻക്ലൂഡിംഗ് GST ആണ് പറയുന്നത്. അപ്പൊ ഇതില് വേറെ അൺലിമിറ്റഡ് ആണ്. ഇതില് വേറെ രസം ഞാൻ പറയട്ടെ. നമുക്ക് നിങ്ങള് ചേർത്തല മധുച്ചേട്ടന്റെ കട പോയിട്ട് കേട്ടിട്ടുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവുള്ളൂ. ഫുഡിന്റെ കാര്യത്തിൽ ഭയങ്കര അത് ഈ അമിതമായ ഡയറ്റ് കാരണം ഫുഡിന്റെ സൈഡിലോട്ട് പോകാം. ഞങ്ങളുടെ രഞ്ജിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോഡലാണ്, ഒരു ആർട്ടിസ്റ്റ് ആണ്. സോ പുള്ളിക്കാരി പുതിയ പടങ്ങളൊക്കെ ഉണ്ട്. അത് പറയാമോ? ഭയങ്കര സർപ്രൈസ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് മധുച്ചേട്ടന്റെ കട. ഈ മധുച്ചേട്ടന്റെ കടയില് സത്യത്തിൽ നല്ല പ്രൈസ് ഉണ്ട്. നമുക്ക് ഒരു മീൻ മേടിച്ചാൽ നല്ല പ്രൈസ്. പക്ഷെ നമുക്ക് അതെല്ലാം ആൾക്കാർ പറയുന്നുണ്ടെങ്കിൽ അവിടെ നല്ല തിരക്കുണ്ട്. മീശക്കാരൻ ദിലീപേന്റെ അവിടെ പ്രൈസ് ഉണ്ട്. പക്ഷെ ഇവിടെയൊക്കെ പാലക്കാടുള്ള നമ്മുടെ അന്നാമെസ് ഇവിടെ നല്ല പ്രൈസിങ്. പക്ഷേ ഇവിടെയൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും അറിയാതെ പോകുന്ന എന്തുകൊണ്ടാണെന്ന് റെക്കമെൻഡ് ചെയ്യും ഇവരുടെ ഒരു പെരുമാറ്റം. ഇതിൽ കുറെ പേരൊക്കെ ഇപ്പൊ ഞാൻ വീഡിയോ ഇട്ടപ്പോ ഈ അന്നാമെസ്സിലൊക്കെ ഒരുപാട് പേര് തന്നെ ചീത്ത വിളിച്ചിട്ടുണ്ട്. ഭയങ്കര റേറ്റ് ആണല്ലോ നിങ്ങൾ പറഞ്ഞിട്ട് ഞാൻ അവിടെ പോയി കഴിച്ചിട്ട് ഭയങ്കര റേറ്റ് ആണെന്ന്. സത്യത്തിൽ റേറ്റ് കൂടുതലാണ്. പക്ഷെ ഞങ്ങൾ എന്തുകൊണ്ട് പോകണമെന്ന് പറഞ്ഞാൽ നമ്മളോട് നന്നായിട്ടാണ് അവർ പെരുമാറുന്നത്.
അല്ല ഊണും നല്ല ഫുഡാണ്. മധുച്ചേട്ടന്റെ കടയിൽ എന്ത് റേറ്റ് ആണെന്ന് അറിയാമോ? പക്ഷെ നമ്മൾ വീണ്ടും അറിയാണ്ട് അവിടെ പോകും. മീശക്കാരൻ ദിലീപേണ്ട അവിടെ അത്ര റേറ്റ് ഇല്ലെങ്കിൽ കൂടി നല്ല ഫുഡാണ്, റേറ്റ് ഉണ്ട്, അത്യാവശ്യം നല്ല പെരുമാറ്റമാണ്. ദിലീപേട്ടൻ നമ്മളെ സ്വന്തം മോനെ പോലെയോ അല്ലെങ്കിൽ പുള്ളിയുടെ വീട്ടിൽ വന്ന ഗസ്റ്റിനെ പോലെയാണ് നമ്മളോട് കാണുന്നത്. അപ്പൊ കഥയെല്ലാം പറഞ്ഞ് അത്ര നല്ല. അപ്പൊ ഇതെല്ലാം വരുമ്പോ നമുക്ക് ഈ അഹന്ത ചിലപ്പോ ഈ പറഞ്ഞ പോലെ തിരിച്ചങ്ങോട്ട് പെരുമാറുന്ന പോലെ ഇരിക്കും കേട്ടോ. അല്ല നമ്മൾ തിരിച്ചു പെരുമാറുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ഫസ്റ്റ് പെരുമാറ്റം എല്ലാവരോടും ഒരുപോലെ അല്ലെ. നമ്മള് ഒരാളോടും അഹങ്കാരവും ഈ ഒരു അഹന്തയിൽ സംസാരിക്കുക, പിന്നെ പറയുന്നത് തമ്മിൽ ഒരു ബന്ധമില്ലാത്ത രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ഞാൻ എപ്പോൾ പറഞ്ഞു, ഞാൻ എന്ത് പറഞ്ഞു, ഈ വക കാര്യങ്ങളാണ് പുള്ളി പറയുന്നത്. സോ ഇതൊക്കെയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ മൃണാളിന്റെ പ്രശ്നം. മൃണാളിന്റെ ഹോട്ടലിൽ ചെയ്യേണ്ട മാറ്റങ്ങൾ, ഇനി നമുക്ക് അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാം. മാറ്റങ്ങൾ എന്തൊക്കെ വേണമെന്ന് ഞാൻ പറയുകയാണെങ്കിൽ അവിടെ കുറച്ചും കൂടി ജീവനക്കാർ വേണം. ആ ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചും കൂടി ഫാസ്റ്റ് ആവണം, എൻ്റെ ഒരു അഭിപ്രായം. അല്ലെങ്കിൽ പെട്ടുപോകും. എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു ഭക്ഷണം ഞാൻ ഓർഡർ ചെയ്തിട്ട് എനിക്കൊരു മാക്സിമം എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുക ഒരു നോർമലി എത്ര വലിയ റെസ്റ്റോറൻ്റ് ആണെങ്കിലും നിങ്ങൾക്ക് അറിയാലോ ടൈമിങ് 20 minutes ആണ്. ഒരു ഹോട്ടലിന്റെ വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത് 20 minutes. നമ്മൾ കണ്ടിട്ടില്ല, നമ്മൾ മാക്സിമം ആണത്, നമ്മളൊരു 20 minutes. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ അവർ ഓൾറെഡി ഹാഫ് കുക്ക്ഡ് ആയിരിക്കും. സോ പിന്നെ എടുത്തിട്ട് അത് കുക്ക് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് തരുന്നത്. സോ 20 minutes. 20 minutes-നേക്കാൾ കൂടുതൽ നമ്മൾ ഈ ഐറ്റത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതിനോട് ഒരു യോജിപ്പില്ല. ഇത് പുള്ളിക്ക് അറിയാൻ തോന്നുന്നു വെയിറ്റ്. അവിടെ മറ്റേ എന്തോ ക്യാരം ബോർഡ് പിന്നെ നിങ്ങൾ ഏതാണ്ടൊക്കെ കൊണ്ടെന്ന് വെച്ച് കളിക്കണ്ടായിരുന്നു. മനസ്സിലായില്ല, എന്നാലും ഞാനത് പഠിക്കാൻ സമയമുണ്ടല്ലോ. അപ്പൊ ഇതാണ് എന്റെ ഒരു അഭിപ്രായം. ഇത് കുറച്ച് മാറ്റങ്ങൾ വരുത്തണം. അപ്പൊ ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ അതൊന്ന് പറയുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലത്. തന്നെയാണ് പുള്ളി പറഞ്ഞു മറ്റേ വെള്ളത്തിന്റെ കേസ്. അല്ല എനിക്ക് ക്വാണ്ടിറ്റി മീൻസ് ഊണിന്റെ കറികള് ക്വാണ്ടിറ്റി വേണമെങ്കിൽ കുറച്ചുകൂടെ കൂട്ടാം, ഇല്ലെങ്കിൽ വില കുറയ്ക്കണം. കാരണം 68 രൂപ മീൻകറി എന്ന് പറഞ്ഞത് ഇത്ര ഉള്ള പാത്രത്തില്. സാമ്പാറൊക്കെ എന്താണെങ്കിലും ഇപ്പൊ നമ്മള് കുറെ ചോറ് എടുക്കുമ്പോ സാമ്പാർ 18 രൂപ കപ്പ ഉണ്ടായിരുന്നോ? തകർന്നു പോയി. അതായത് കപ്പ നമ്മളിങ്ങനെ വിചാരിച്ചാൽ അത് ഓർഡർ ചെയ്യുന്നത് നമ്മൾ 4 പേരുണ്ടല്ലോ, ഫുള്ളും ഉണ്ട് സ്മോളും ഉണ്ട്. സ്മാൾ എടുക്കാം. നോക്കിയപ്പോ നമുക്ക് നേരത്തെ പറഞ്ഞ പായസത്തിന്റെ കപ്പ് അല്ലല്ല, പക്ഷെ അവിടെ നിക്കണ ആ പെണ്ണ് കാര്യം ചെയ്തു കേട്ടോ, എടുത്ത് കാണിച്ചു. അതെ ഇതാണ് കേട്ടോ. അല്ല അത്രയും ഇപ്പൊ നമ്മളെ നോർമലി നമ്മളൊരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ മീൻകറി എന്ന് പറയുമ്പോ അവരൊരു പരന്നൊരു ഇത്ര എല്ലാം കുഞ്ഞു സാധനങ്ങള്. തോരനൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് അതിൽ തരുന്നതിന്. പക്ഷെ കറികൾ ഇപ്പൊ സാമ്പാറൊക്കെ എന്താണെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ഒഴിക്കും. അത് ഇത്ര ഉള്ള പാത്രമല്ല. അപ്പൊ അതിന്റെ കുറച്ചും കൂടെ കൂട്ടിയാൽ കൊള്ളാം ക്വാണ്ടിറ്റി. അതാണ് എന്റെ ഒപ്പീനിയൻ. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഇത് അങ്ങനെ ഒരു ഹോട്ടലാണ്. നിങ്ങൾ പറയും ആദ്യം പുള്ളിയുടെ ആ ഹോട്ടലിന്റെ പേര് മാറ്റണം. ഹംഗ്രി മൃണാൾ എന്നുള്ള പേര് മാറ്റിയിട്ട് പുള്ളി ഞാൻ ഇത് വിറ്റു എന്ന് പറയണം. എന്നിട്ട് പുള്ളി ഇതിന്റെ പ്രൊമോഷൻ നിർത്തണം. ഓട്ടോമാറ്റിക്കലി ആൾക്കാർ വരും, എല്ലാരും ഭയങ്കര ഹാപ്പി ആയിട്ട് കഴിച്ചിട്ട് പോകും. പുള്ളി ഈ ഏരിയയിലൊക്കെ പൈസ എണ്ണിയാൽ മാത്രം. ഇംഗ്ലണ്ടിലായിരുന്നു നേരത്തെ പുള്ളി ഇംഗ്ലണ്ടിൽ പൊക്കോളാം. എന്തെങ്കിലും ചോദിക്കുമ്പോൾ ആൾക്കാർ ഈ സയൻസ് പഠിപ്പിക്കുന്ന പരിപാടിയൊക്കെ നിർത്തി ആൾക്കാരെ പഠിപ്പിക്കേണ്ട കാര്യമേ ഇല്ല ഓൾറെഡി. പക്ഷെ എനിക്കിപ്പോ തോന്നുന്നു ഇത്രയും വലിയ തിരക്ക് ഇപ്പൊ ഉള്ളത്. അപ്പൊ അത് കണ്ടിട്ട് നമ്മള് തെറ്റിദ്ധരിക്കണ്ട. അത് ഇപ്പൊ ഇത് ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരിക്കുന്നുണ്ട്. ഞാൻ അത് പറയുമ്പോൾ നിങ്ങൾ അത് പറയുമ്പോ കറക്റ്റാ, പക്ഷെ എന്നാലും തിരക്കിനോട് കുറവുണ്ടായിരുന്നില്ല. റൈസ് ഓഫ് പേർഷ്യ ഞാനൊരു വീട്ടിൽ നിന്ന് ഫുഡ് ബിരിയാണി കഴിച്ചിട്ടാ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വീണ്ടും പിറ്റേ ദിവസം പോയിട്ട് പാർസൽ മാത്രം ടേക്ക് അവേ മാത്രമേ ഉള്ളൂ, പാർസൽ ഞാൻ മേടിച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ഫുഡാണ്, എനിക്കിപ്പോഴും ഇഷ്ടമാണ്. ഞാൻ അയാളുടെ ഒരിക്കലും ഫുഡിനെ കുറിച്ച് ഒന്നും പറയില്ല. ക്വാണ്ടിറ്റി ഇതൊക്കെ അടുത്തൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞത് എനിക്ക് അയാളുടെ ഫുഡ് ഇഷ്ടമാണ്. അയാളുടെ പായസം നല്ല രസമുള്ളതായിരുന്നു. കിട്ടിയില്ല പായസം നമുക്ക് കിട്ടിയില്ല. നമ്മള് ഷാർജ ഷേക്ക് നല്ലതായിരുന്നു. അത് പറഞ്ഞില്ല കേട്ടോ. ഷാർജ ഷേക്ക് നല്ല അടുത്ത കാലത്ത് കഴിച്ചതിൽ ഏറ്റവും നല്ല ഷാർജ ഷേക്ക് 50 രൂപയുള്ളൂ. 50 രൂപയ്ക്ക് നമുക്ക് ഇപ്പൊ ഷേക്ക് എവിടെയും കിട്ടില്ല. അതെ അതെ, അതൊക്കെ 51 വിത്ത് സ്ട്രോ. സ്ട്രോ കറക്റ്റ്. അതെ, 51 രൂപയ്ക്ക് നമുക്ക് ഇന്ന് കേരളത്തിൽ എവിടെയും ഷേക്ക് കിട്ടാൻ സാധ്യത കുറവാണ്. കാരണം മിനിമം 70 രൂപയായിട്ടുണ്ട്. 70 റുപ്പീസ് ഒക്കെയാണ് ഒരു ഷേക്ക്. നല്ല ഷേക്ക്. പിന്നെ ആവശ്യമില്ലാതെ സാധാരണക്കാരന്റെ കടയിൽ നിന്നും പറയണ്ട. വെറുതെ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വന്ന് മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് നിങ്ങൾക്ക് കഴിക്കാം എന്നാ പറഞ്ഞിരുന്നെങ്കിൽ ആൾക്കാർ അങ്ങ് അക്സെപ്റ്റ് ചെയ്തേനെ, അത് രസകരമായിട്ട് ഏറ്റെടുത്തേനെ. ഇത്രയുമാണ് നമുക്ക് നമ്മളുടെ ഈ മൃണാളിനെ കുറിച്ച് പറയാനുള്ളത്. നമ്മളുടെ ആദ്യത്തെ
പോഡ്കാസ്റ്റ് ആണ്. നമുക്ക് കൃത്യമായിട്ട് ഇതിന് പക്ഷെ അടി ഉണ്ടായില്ല, അല്ല അടി ഉണ്ടാകാതെ എല്ലാരും ഒരേ അഭിപ്രായമായിരുന്നു. അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാര്യത്തിൽ നമുക്ക് അടി ഉണ്ടാവണമായിരുന്നെങ്കിൽ മൃണാളിനെ കൊണ്ടുവന്നിരുത്തണമായിരുന്നു. അയ്യോ പുള്ളി ചാടിച്ചോടി മൃണാളിനെ കൊണ്ടുവന്നിരുത്തിയിട്ട് നമ്മളിത് സംസാരിച്ചിരുന്നെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് അടി ഉണ്ടാവും. അടി ഉണ്ടാവുന്ന വിഷയങ്ങൾ അധികം താമസിയാതെ വരുന്നത്. അധികം താമസിക്കാണ്ടല്ല, ഇനി അടുത്തടുത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഹോട്ട് ടോപ്പിക്സ് നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നമുക്ക് രസകരമായിരുന്നോ? കൊള്ളാം. എനിക്ക് രഞ്ജിമയുടെ ഒരു കാര്യത്തിൽ ഇന്നത്തെ നമ്മളുടെ ഈ എപ്പിസോഡിൽ എനിക്ക് പറയാനുള്ളത് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രഞ്ജിമയ്ക്ക് അത്ര ഈ മൃണാളിനെ കുറിച്ച് അറിയില്ല. ശരിയല്ലേ? രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രഞ്ജിമ ഒട്ടും ഫുഡിയല്ല. കാരണം പുള്ളിക്കാരി ഭയങ്കര ഡയറ്റിങ്ങും മോഡലിംഗ് ഒക്കെ താല്പര്യമുള്ളതുകൊണ്ട് അത് ഭയങ്കരമായിട്ട് പോകുന്ന ഒരാൾ. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കോൾഡാണ് പുള്ളിക്കാരി. ആ കോൾഡിൽ ഇരുന്നിട്ട് പുള്ളിക്കാരിക്ക് മൂക്ക് വലിക്കുന്നത് എനിക്ക് മൈക്കിൽ ചിലപ്പോൾ കേൾക്കുന്നുണ്ടാവും. സോ അതും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സോ നമുക്ക് ഇനിയും നമ്മളുടെ ആകാംക്ഷ, അക്സ്, നമ്മളുടെ അനുഷ, നമ്മളുടെ നിത, ഇവരൊക്കെ ഇനി വരാനുണ്ട് ഓരോ സബ്ജക്റ്റുകളുമായിട്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു അനു അല്ലെ? നമ്മുടെ തമിഴ്, നമ്മളുടെ ഈ ഇന്റൽ ധ്വനിയെ കുറിച്ച് നമ്മൾ 2 വാക്ക് പറഞ്ഞിട്ട് അങ്ങനെ നിർത്താം. ഇന്റൽ ധ്വനി എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഓൺലൈൻ റേഡിയോ ആണ്. ഈ ഓൺലൈൻ റേഡിയോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളുടെ ഇത് കേൾക്കുന്നത് ഇന്റൽ മണിയുടെ പല ഈ ബ്രാഞ്ചുകളിലേക്കാണ് നമ്മളുടെ ഈ ഓൺലൈൻ റേഡിയോ ഇപ്പോൾ കേട്ടോണ്ട്. നമ്മളിപ്പോൾ അവർക്ക് വേണ്ടിയാണ് സർവീസ് ചെയ്യുന്നത്. പോകെ നമ്മൾ വിപുലീകരിക്കുന്നുണ്ട്. മറ്റ് സ്ഥലങ്ങളിലേക്ക് നമ്മൾ ഇതേപോലെ എക്സ്ക്ലൂസീവായിട്ട്, ഇപ്പോൾ നമ്മൾ ഇന്റൽ മണിക്ക് മാത്രം എക്സ്ക്ലൂസീവായിട്ടാണ് നമ്മളുടെ റേഡിയോ ഇപ്പോൾ പോണത്. നമ്മളതിനി പല കമ്പനികൾക്കും ചെയ്യാനുള്ള പ്ലാനുകൾ അതെല്ലാം നടക്കുന്നു അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം എക്സ്ക്ലൂസീവ് ആയിരിക്കും. സോ നിങ്ങളുടെ സ്ഥലത്ത് നിങ്ങളുടെ ആ ഒരു കമ്പനിയിൽ നിങ്ങളുടെ സ്റ്റാഫിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇന്റൽ മണിയുടെ ഒരു നല്ല കോൺസെപ്റ്റ് ആയിരുന്നു. നമ്മളത് സ്റ്റാഫുകൾക്ക്, കാരണം വളരെ ഇത്രയും ഒരു ഹെക്ടിക്കായിട്ട് അവരൊരു പ്രഷർ കുക്കറിൻ്റെ അകത്തിരുന്നായിരിക്കും ജോലി, കാരണം അവർക്കൊരു വർക്ക് പ്രഷറും എല്ലാം ഉണ്ടാവും. സോ അവരെ ഒന്ന് ഫ്രീ ആക്കാൻ വേണ്ടി ഇങ്ങനൊരു ഓൺലൈൻ റേഡിയോ ഇങ്ങനെ സജസ്റ്റ് ചെയ്ത് നമ്മൾ അങ്ങനെയാണ് തുടങ്ങുന്നത്. സോ നമ്മളുടെ ഫുൾ ടീം ഇതിനു വേണ്ടി റെഡി. അനു ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ടൊരു ആളാണ്. സോ ഇത്രയൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഫസ്റ്റ് പോഡ്കാസ്റ്റ്. ഇനി എന്തെങ്കിലും പറയാം? നമ്മൾ ഈ കുറ്റമെല്ലാം പറഞ്ഞു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഉറപ്പായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കുറേ സ്റ്റാഫുകളുണ്ട്, ഇത്രയും വലിയൊരു ഇൻഫ്ര പുള്ളി ചെയ്തു വെച്ചിട്ടുണ്ട്, ഇത്രയും ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് പോയി ട്രൈ ചെയ്യണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഫുഡെല്ലാം ഇഷ്ടപ്പെടും. ഈ അങ്ങേരെ ആറ്റിറ്റ്യൂഡ് ഒന്നും അതല്ല, അങ്ങേര് അല്ല എന്ന് ചിന്തിച്ചിട്ട് പോയി കഴിച്ചാൽ മതി. അങ്ങനെ ഫ്രീ ആയിട്ടും അല്ല കൊടുക്കുന്നതെന്നും കൂടി ചിന്തിച്ചാൽ കുറച്ചും കൂടി നമ്മളുടെ അവർക്ക് വാല്യൂ ഉണ്ട്. ഞാൻ വരുന്ന കസ്റ്റമറിന് വാല്യൂ ഉണ്ട്. അങ്ങനെ വാല്യൂ ഉണ്ടെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മളൊരു സ്ഥലത്ത് പോയി ക്യൂ നിന്ന് കഴിക്കാനും നമുക്ക് മടിയില്ല. പാരകളിലൊക്കെ എത്ര മണിക്കൂർ നമ്മൾ ക്യൂ നിന്ന്. പക്ഷെ നമ്മൾ പാരഗണിന്റെ ഒക്കെ ഒരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ അവിടെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്, കാരണം അത്രയും തിരക്ക്. നമ്മൾ അകത്ത് കയറി ഇരുന്നാൽ പെട്ടെന്ന് വരും. അത് ശ്രദ്ധിച്ചിട്ടില്ലേ? പാരഗൺ ഭയങ്കര ഫാസ്റ്റ് ആണ്. പിന്നെ അവിടെ പോയി ഇരുന്ന് നമുക്ക് മുഷിയേണ്ട ഒരു കാര്യമില്ല. ഒരു നമ്മൾ ഓർഡർ ചെയ്ത് നിസ്സാര സമയം കൊണ്ട് സാധനം മുമ്പിൽ വന്നുകൊണ്ടിരിക്കും. അത്രയും വലിയ ഹോട്ടലിന്. അപ്പോൾ അവർ പുള്ളി പറയാൻ പോകുന്നത് അത്രയും ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ ഇത്രയും ആൾക്കാർ അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും പറയണത്. അതിലൊന്നും കാര്യമൊന്നുമില്ല. ഇതൊക്കെ ഇദ്ദേഹത്തിനും ഇവിടെ കുറച്ച് ആൾക്കാരെയൊക്കെ കൊണ്ടുവരാമെന്നേ ഉള്ളൂ. അങ്ങനെ കുറച്ചും കൂടി ജീവനക്കാരെയൊക്കെ കൊടുത്ത് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുവന്നാൽ നമ്മളെല്ലാവരും ഹാപ്പിയാണ്. സോ നമ്മൾ തുടങ്ങിയത് രഞ്ജിമയിൽ നിന്നുമാണ്, അവസാനിപ്പിക്കുന്നതും രഞ്ജിമയിൽ. പറയൂ. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഫുഡി ആണോ എന്ന് ചോദിച്ചാൽ കുറച്ചൊക്കെയാണ്. പക്ഷെ ഞാൻ കൂടുതലും എക്സ്പ്ലോർ ചെയ്യുന്ന ഫുഡൊക്കെ ഈ കുറച്ചും കൂടെ ജാപ്പനീസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ളത്. ഞാൻ കൂടുതൽ അങ്ങനെ എപ്പോഴും മന്തി കഴിക്കാൻ പോകും, എപ്പോഴും ബിരിയാണി കഴിക്കാൻ പോകും, അങ്ങനത്തെ ഒരു പേഴ്സൺ അല്ല. സോ അതാണ് ഞാൻ ഇതൊന്നും അധികം അറിയാതെ പോയത്. അപ്പോൾ എനിവേ നമ്മളുടെ ഫസ്റ്റ് പോഡ്കാസ്റ്റ് എനിവേ ഇപ്പോൾ ഇവിടെ വൈൻഡപ്പ് ആവുകയാണ്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആൻഡ് നമ്മളുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നിങ്ങളുടെ സപ്പോർട്ടും ലവും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇനിയും മുമ്പോട്ടേക്ക് ഇങ്ങനെ അടിപൊളി പോഡ്കാസ്റ്റൊക്കെ ചെയ്യാനുള്ള ഒരു ആവേശം വരത്തുള്ളൂ. സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മളുടെ ഈ ചെയറൊക്കെ നമ്മൾ മാറ്റുന്നുണ്ട്, സോഫയൊക്കെ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, വന്നിട്ടില്ല. നമ്മള് സാധാരണക്കാരെ സാധാരണക്കാരുടെ പോഡ്കാസ്റ്റ് ആണ്. കാറുള്ളവർ ഇത് കാണണ്ട, ബൈക്കുള്ളവർ കണ്ടാൽ മതി. അപ്പൊ അതുകൊണ്ട് നമ്മൾ സോഫയും അതൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്, വരും. അപ്പോൾ വേറൊന്നും പറയാനില്ല. അടിപൊളി. താങ്ക് യു സോ മച്ച്. എല്ലാവരും അടിപൊളിയായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് ജീവിക്കൂ അല്ലേ? അത്രയൊക്കെ തന്നെ നമുക്ക് പറയാനുള്ളൂ. അപ്പോൾ വേറൊന്നും പറയില്ല. ബൈ ബൈ ബൈ.